എൻ്റെ പേര് ശ്രീജ. ഞാൻ തമ്പാനൂർ വാർഡ് ഹരിതകർമ്മസേനയാണ്. മേയറെ കുറിച്ച് പറയാൻ ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കാര്യം രാഷ്ട്രീയം നോക്കാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് മേയറിൻ്റെ തീരുമാനമാണ്, അല്ലെങ്കിൽ മേയറിൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും തീരുമാനമാണ്. അത് ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ രാഷ്ട്രീയം ഇല്ലാതെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഞങ്ങൾ ശുചീകരണ തൊഴിലാളികളാണ്. ഞങ്ങൾക്കെല്ലാം വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ശുചീകരണത്തെ അത് കാണിക്കില്ല. കാരണം ഇത് ഞങ്ങളുടെ നാടാണ്. ഞങ്ങളുടെ നാട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അത് ഏത് രാഷ്ട്രീയക്കാരായിരുന്നാലും മാറി മാറി ഭരിക്കട്ടെ, അതൊക്കെ നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾ ശുചീകരണ പ്രവർത്തനത്തിൽ തൊഴിലാളികൾ ഞങ്ങൾ ഒന്നായിട്ട് തന്നെ നിൽക്കും. മേയർ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയണം. ഞങ്ങൾ എപ്പോഴും കൂടെയുണ്ട്. നമ്മുടെ മേയറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത്. കാരണം വെച്ചാൽ അദ്ദേഹം കൊണ്ടുവന്ന തീരുമാനങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. മേയറെ കുറിച്ച് പറയാൻ ഒരു വാക്കുണ്ട്. വഞ്ചൂർ കോടതിയിൽ ഞങ്ങൾ ലാസ്റ്റ് വന്നിട്ട് ഞാനും ശാന്തി അമ്മയും കൂടിയാണ് ലാസ്റ്റ് ഡ്യൂട്ടിക്ക് പോയ സമയത്തിന് ഒരു 1-1.5 മണിയാവും, 1:30-അകത്താവും. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഞാനും അമ്മയും പരസ്പരം പറഞ്ഞു, എങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകുമെന്ന്. കാരണം ഞങ്ങളെ കൂടെ വന്നവരില്ല, ഞങ്ങളെ വാർഡിൽ നിന്ന് വന്നവർ പല റൂട്ടിലായതുകൊണ്ട് അറിയാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ ഈ തിരിഞ്ഞു നോക്കിയപ്പോൾ മേയർ ഞങ്ങൾ നിന്നിട്ട് കൈയാട്ടി വിളിച്ചപ്പോൾ അപ്പൊ ശാന്തി പറഞ്ഞ മേയറാണെന്ന് പറഞ്ഞു. അങ്ങനെ സാർ പറഞ്ഞ് എവിടെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ സാറേ ഇതിനൊക്കെ സെക്രട്ടേറിയറ്റ് വാർഡാണെന്ന് പറഞ്ഞു. അങ്ങനെ സാറിന്റെ കൂടെ കാറിൽ ഞങ്ങളുടെ പണിയായുധങ്ങൾ, ചൂല്, അതുപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ കാറിൽ, ആ AC കാറിൽ കൊണ്ടുവന്ന് ഞങ്ങളെ പറഞ്ഞ സ്ഥലത്ത് തന്നെ മേയറും ടീമും ഞങ്ങളെ കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് എത്തിച്ചു. അതുകൊണ്ട് അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിരുന്നു. കലയെ പറ്റി പറയാമെങ്കിൽ ഇങ്ങനെ ഒരു വേദി ഒരുക്കുന്നതിൽ നന്ദി. മേയർ ഇപ്പൊ പറയുണ്ടായി, ഇങ്ങനെ മേയർ വന്ന സമയത്തിന് ഈ കലാപരമായിട്ടുള്ള ഇങ്ങനെ ഹരിതകർമ്മസേന ആയിരുന്നാലും നമ്മുടെ കോർപ്പറേഷൻ പരിധിയിലായിരുന്നാലും ഒത്തിരി ആൾക്കാരും കായികമായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അവര് മുന്നോട്ട് ഒരു ആലോചന ഇടുന്നു എന്ന് പറഞ്ഞു. നല്ല കാര്യമാണ്. വളരെ സന്തോഷം. ഈ ആറ്റുകാൽ പൊങ്കാല റോഡ് വൃത്തിയാക്കുന്നതിനെ കുറിച്ച് ഞങ്ങളെല്ലാം ഹരിതകർമ്മസേന മാത്രമല്ല, നഗരസഭയിലെ എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിൽ തന്നെ മേയർ സംസാരിക്കുകയും എല്ലാവരെയും ഒപ്പത്തിൽ പിടിക്കുകയും ചെയ്തതിൽ വളരെയേറെ സന്തോഷം. മേയർ എല്ലാ സർക്കിളിലും വന്നെത്തി നോക്കുകയും കൃത്രിമ മരം ഒഴിപ്പിക്കുന്ന സമയത്തും 2 മണിക്ക് ശേഷമാണ് മേയർ പോകുന്നതും എന്ന് മേയർ പ്രസംഗിച്ചപ്പം പറഞ്ഞായിരുന്നു. വളരെയേറെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും. നല്ല അഭിപ്രായം തന്നെയാണ്. ഇപ്പൊ ഏത് പാർട്ടി ഭരിച്ചാലും ശരി തന്നെ ജനങ്ങളെ ചേർത്ത് പിടിക്കുക. അത് ഇപ്പൊ നമ്മളെ ഇന്നത്തെ പ്രസംഗത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും, ഞങ്ങൾ എല്ലാവരും ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. നല്ല അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഇപ്പൊ 2 മാസം ആയേ ഉള്ളൂ ഭരണത്തിൽ വന്നിട്ട്. അപ്പം അതിൻ്റെതായ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും. അതൊന്ന് പഠിച്ചു വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് പഠിച്ചു വരുമ്പോൾ ഇതിൽ കൂടെ നല്ല കാര്യങ്ങൾ കാഴ്ചവെക്കും, നല്ല രീതിയിൽ പ്രവർത്തിയിൽ പോകുന്നു വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി നല്ല അഭിപ്രായം തന്നെ. കാരണം നമ്മുടെ പാവങ്ങളുടെ ഇടയിൽ നിന്ന് കൗൺസിലറായി അതിൽ നിന്നും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചൊക്കെ വന്ന ഒരാളാണെന്ന് ഞാൻ അറിഞ്ഞത്. നമുക്ക് കേൾവിയൊക്കെയാണല്ലോ. നമ്മളിപ്പോ സെക്രട്ടേറിയറ്റ് സർക്കിൾ തമ്പാനൂർ വാർഡിൽ തന്നെയാണ് നമ്മളുള്ളത്. അപ്പൊ അതിൻ്റെതാണ്. അപ്പൊ അതിൽ നിന്നും മേയറായതാണ്. അപ്പം കുറച്ചും കൂടെ കൂടുതലായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം. എന്റെ പേര് ഗീതു. ഞാൻ ഈ ഗ്രൂപ്പിൽ കയറി പുതിയ ആളാണ്. എന്റെ പപ്പയുടെ ജോലിയാണ്. ഞാൻ വിചാരിച്ചു ഭയങ്കര പാടായിരിക്കുന്നു. പക്ഷെ ഇവരുടെ ആ കൂട്ടായ്മയും സാറിന് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് വളരെ സന്തോഷമാണ്. മേയറെ പറ്റി അവർ പറഞ്ഞതുപോലെ തന്നെ നല്ല അഭിപ്രായം തന്നെ. എല്ലാവരെയും ഇന്നത്തെ സംസാരത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇത്തിരി കൂടെ ഞങ്ങൾക്കൊരു ഉണർവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സന്തോഷം. സാറിനെ പറ്റി പറയാമെങ്കിൽ സാറ് രാഷ്ട്രീയം നോക്കിയല്ല ഇന്നിവിടെ സംസാരിച്ചത്. പാവങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒത്തണച്ച് കൊണ്ടുപോകുന്ന ഒരു സംസാരം ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് സന്തോഷമായി. എന്നും ഞങ്ങളെ കൂടെ ഉണ്ടായിരിക്കണം. സന്തോഷം. ഞങ്ങൾ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരിക്കലും ഈ ആറ്റുകാലമ്മയുടെ കാര്യമൊന്നല്ല, കോർപ്പറേഷൻ എന്ത് ശുചീകരണ പ്രവർത്തനം കാഴ്ചവെച്ചാലും അതിൽ ഞങ്ങൾ മത്സരിച്ചാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അതിൽ സമയം നോക്കാറില്ല, പൈസ കിട്ടുമെന്ന് ഞങ്ങൾ നോക്കാറില്ല. കാരണം ഞങ്ങൾ ആറ്റുകാലമ്മയുടെ ഈ പൊങ്കാലയുടെ സമയത്തും ഞങ്ങൾ 1 മണി ആകാറായപ്പോൾ ഞങ്ങൾ തൈക്കാട് ഭാഗത്തുണ്ട്, വഞ്ചൂർ കോടതിയിൽ 2 സെക്ഷനിലെ ആൾക്കാരാണ്. അവിടെ ഒരുപാട് പൊങ്കാല കൂടുതലായിരുന്നു, കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു. പക്ഷെ ഓരോ അരമണിക്കൂർ ഇടയ്ക്കും നമ്മളെ മേയർ അവിടെ എത്തിക്കൊണ്ടേയിരുന്നു. നമ്മളെ കേന്ദ്ര കമ്മിറ്റി ഓഫീസുണ്ട്, BJPയുടെ JHMമാർ എല്ലാവരും എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കലും പാളിച്ചകൾ ഉണ്ടാവരുത്. ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട്, ഞങ്ങളെ വാർഡാണെന്നുള്ള തീരുമാനം.
ഞങ്ങളെ വാർഡ് ശുചീകരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനമാണ്. അപ്പോൾ അത് കോർപ്പറേഷൻ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചു. ജയച്ചമാർ, വൈകുണ്ഠ സാറ്, സന്തോഷ് സാറ്, പ്രമോദ് സാർ, ഇങ്ങനെ ഒരുപാട് പേരുടെ നിർദ്ദേശം ഞങ്ങൾ കറക്റ്റ് അനുസരിച്ച് ഞങ്ങൾക്ക് സമയം പ്രശ്നമേ അല്ലായിരുന്നു. അത് 1 മണി എന്നുള്ളത് വെളുപ്പിന് 5 മണിയായാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഞങ്ങൾക്ക് 1 മണിക്ക് ഞങ്ങളെ വാർഡ് ക്ലിയർ ചെയ്ത്, 1 മണിക്കെന്നല്ല നേരത്തെ ആയി, പക്ഷെ ഞങ്ങൾ അവസാനമായിട്ട് കംപ്ലീറ്റ് വണ്ടി അവിടെ നിന്ന് പോകണമല്ലോ, അതിന് 1 മണി വരെ ഞങ്ങൾ നിൽക്കില്ല. ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. ഇനി ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങൾക്ക് അതിനുള്ള ആരോഗ്യ ആയുസ്സും ഈശ്വരൻ തരട്ടെ.